ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചക്ക വരട്ടിയാണ്. അത് നമ്മൾ എളുപ്പത്തിൽ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ കുക്കറിൽ ചെയ്യുന്ന രീതി അപ്ലോഡ് ചെയ്തിട്ടില്ല. അല്ലാത്ത രീതികളൊക്കെ 2-3 പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ബെലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം, അതിലുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചക്ക വരട്ടിയത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കാനായി വയ്ക്കാം. അപ്പോൾ 1 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിനെ കുറച്ചൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് ഉരുക്കാനായി വയ്ക്കാം. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചക്ക നമ്മൾ ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. കുറേ ദിവസം, 1 മാസത്തോളമായി. അപ്പോൾ ഇന്ന് ഫ്രീ ആയപ്പോൾ എടുത്ത് ചക്ക വരട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എങ്ങനെ ചക്ക കുറേ കാലം സൂക്ഷിച്ച് വയ്ക്കുന്ന പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ നോക്കിയാൽ എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇനി ഇതിനെ എടുത്ത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലോ ഇട്ട് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ മിൻസ് ചെയ്ത് എടുക്കുന്നതിൽ വെച്ച് മിൻസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതിൽ എടുത്തിട്ടുണ്ട്. ഇതുപോലെ അടച്ചിട്ട് അപ്പോൾ നമ്മൾ മുഴുവനും ഇതുപോലെ അരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കുക്കറിലാണ് ഈ ചക്ക വരട്ടിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കുക്കറിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ചക്ക അരച്ചത് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ല വലിയ കുക്കറാണ്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ശർക്കരപ്പാനി അരിച്ചെടുത്തിട്ടുണ്ട്, അത് ഒഴിച്ച് കൊടുക്കാം. കല്ലും മണ്ണുമൊക്കെ മാറ്റിയതാണ്. കുക്കറിൻ്റെ അടപ്പ് വെറുതെ ഇങ്ങനെ കുറച്ച് സമയം വയ്ക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കരുത്. ഇപ്പോൾ കുറച്ച് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കൊരു 2 ടീസ്പൂൺ ചേർക്കാം. നമുക്ക് നെയ്യ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ട് വറ്റണം. ഇപ്പോൾ ചെറിയ ഫ്ലെയിമിലാണ്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുള്ളൂ. ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചാൽ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് ഏലക്കായ, ഒരു 8-10 ഏലക്കായ തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് പൊടിച്ച് ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ആകാനുണ്ട്. നമ്മളിങ്ങനെ നീക്കുമ്പോൾ ഈ പാത്രത്തിൻ്റെ അടിഭാഗം കാണാൻ പറ്റണം. ഇപ്പോൾ അത്രയ്ക്കായിട്ടില്ല, കുറച്ചുകൂടെ ആകാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുക്കറിൽ വലിയ കുക്കറായതുകൊണ്ട് ഇപ്പോൾ തെറിക്കുന്നുള്ള പ്രശ്നമേ ഇല്ല. ഇപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ചാണ് ഇട്ടിട്ടുള്ളത്.
ഒട്ടും തന്നെ തെറിക്കുന്നില്ല. ആദ്യം കുറച്ച് സമയം മാത്രമേ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലാക്കി കുറച്ച് സമയം നമ്മൾ അടപ്പ് വെറുതെ പുറത്തിങ്ങനെ അടച്ച് വെച്ചു. വാഷറൊന്നും ഇട്ടിട്ടില്ല, വെറുതെ ഇങ്ങനെ അടച്ച് വെച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരുന്നു. അപ്പോൾ ഞാൻ മറ്റ് ജോലികളുടെ ഇടയിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു വലിയൊരു ജോലിയായിട്ട് തോന്നില്ല. മറ്റ് ജോലികളുടെ കൂട്ടത്തിലങ്ങ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഉടനെ പായസം ഉണ്ടാക്കാനാണെങ്കിൽ ഇപ്പോൾ ഇതുപോലെ മതിയാകും. കൂടുതൽ ഇരിക്കാനാണെങ്കിൽ, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വെള്ളം നന്നായിട്ടൊന്ന് വറ്റണം. പാത്രം നന്നായിട്ട് അടിഭാഗം കാണാൻ പറ്റണം. കുറച്ചുകൂടെ ഒന്ന് ആയതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് പാത്രത്തിൻ്റെ അടിഭാഗം കാണാൻ പറ്റും. ഞാൻ ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുത്തു. ഒരു 1/4 നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. കൂടിപ്പോകരുത്, ഒരു 1/4 നുള്ള് മതിയാകും. ഇനി നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. ഒരല്പം കൂടെ ആയാലും കുഴപ്പമില്ല, ഒരുപാട് വേണ്ട, ഒരുപാട് മുറുകിപ്പോണ്ട. ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് ഒരു 5 മിനിറ്റ് കൂടെ വേണമെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇടാം. ഇപ്പോൾ കുക്കറിലായതുകൊണ്ട് പുറത്തേക്ക് തെറിക്കുന്ന പ്രശ്നമില്ല, പിന്നെ കയ്യിൽ തെറിക്കില്ല. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്തത്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇളക്കി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ പുറത്ത് ചീത്തയാവില്ല. പക്ഷേ ഒരുപാട് നാൾ, 1 വർഷം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം. നല്ല ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം. നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ സിപ്പ് ലോക്ക് കവറിലോ നല്ല ഭരണിയിലോ കണ്ണാടി ബോട്ടിലോ നമുക്ക് എടുത്ത് സൂക്ഷിക്കാം. അത് നമുക്ക് ആദ്യം കുറച്ച് ദിവസം ഒരാഴ്ച വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പുറത്ത് വയ്ക്കാം. പക്ഷേ കൂടുതൽ കാലം വേണമെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം.